തൃശൂർ ജില്ലാ കളക്ടർ TV അനുപമയ്ക്ക് നേരെ സംഘപരിവാറിന്റെ സൈബർ ആക്രമണം. പോസ്റ്റിൽ നിറയെ ശരണം വിളി പ്രതിഷേധം. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയോട് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിൽ വിശദീകരണം തേടിയ തൃശൂർ ജില്ലാ കളക്ടർ TV അനുപമയ്ക്ക് നേരെ സംഘപരിവാറിന്റെ സൈബർ ആക്രമണം. അനുപമ ക്രിസ്ത്യാനിയാണെന്നും അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്കെതിരെ നടപടിയെടുക്കുന്നതെന്നാണ് പ്രചരണം. അനുപമയുടെ ഭർത്താവ് ക്ലിൻസൺ ജോസഫിന്റെ പേര് കൂടി ചേർത്ത് അനുപമ ക്ലിൻസൺ ജോസഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘപരിവാറിന്റെ പ്രചരണം. അനുപമയുടെ ഫേസ്ബുക്ക് പേജിലും സംഘപരിവാർ തെറിവിളിയുമായി എത്തിയിട്ടുണ്ട്. അനുപമ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിനാലാണ് വനിതാ മതിൽ പങ്കെടുത്തതെന്നും ഇവർ പ്രചരിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിനിടയിൽ തെറിവിളിക്കുന്ന സംഘപരിവാർ പ്രവർത്തകർ സ്വാമി ശരണം എന്ന കമന്റുകളും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം BJPയുടെ വിമർശനങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് TV അനുപമ പറഞ്ഞു. സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയച്ചത് തന്റെ ജോലിയുടെ ഭാഗമാണെന്നും അനുപമ പറയുകയുണ്ടായി. അതേസമയം TV അനുപമയെ പിന്തുണച്ചും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്നലെ വരെ TV അനുപമ എന്ന് വിളിച്ചവർക്ക് ഇന്നു മുതൽ അനുപമ ക്ലിൻസൺ ജോസഫായി മാറിയെന്ന് ഡോക്ടർ നെൽസൺ ജോസഫ് ചൂണ്ടിക്കാട്ടി. ഹിന്ദു മരിച്ചു, അനുപമ കൊന്നു എന്ന ട്രോളുകളും ഇറങ്ങുന്നുണ്ട്. അനുപമ ക്രിസ്ത്യാനിയാണെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിൽ നിന്നും ഈ നിമിഷം രാജിവെക്കണമെന്ന് BJP ഭൗതിക സെൽ തലവൻ TG മോഹൻദാസ് ട്വീറ്റ് ചെയ്തിരുന്നു. TV അനുപമയ്ക്കെതിരെയുള്ള മോഹൻദാസിന്റെ പരാമർശവും വിവാദമാകുകയാണ്. തൃശൂരിലെ NDA മണ്ഡലം കൺവെൻഷനിലായിരുന്നു സുരേഷ് ഗോപിയുടെ വിവാദ പ്രസ്താവന. അയ്യപ്പൻ ഒരു വികാരമാണെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും അത് അലയടിച്ചിരിക്കുമെന്നായിരുന്നു പ്രസ്താവന. ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിലാണ് താൻ വോട്ട് അപേക്ഷിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് കാണിച്ച് തൃശൂർ ജില്ലാ കളക്ടർ TV അനുപമ സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയച്ചിരുന്നു. 48 മണിക്കൂറിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് കാണിച്ചായിരുന്നു അത്. തുടർന്ന് അയ്യപ്പന്റെ പേര് പറഞ്ഞ് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയതിന് സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയച്ച കളക്ടറുടെ നടപടി ശരിയെന്നും നോട്ടീസ് കൊടുക്കാനുള്ള അധികാരം കളക്ടർക്കുണ്ടെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായ ടിക്കാറാം മീണ വ്യക്തമാക്കിയിരുന്നു. ശബരിമല വിഷയം നിങ്ങൾക്ക് ഉന്നയിക്കാം, പക്ഷേ ദൈവത്തിന്റെ പേര് ഉപയോഗിക്കരുത്. ദൈവത്തിന്റെ പേര് മാത്രം പ്രസംഗത്തിൽ ഉപയോഗിച്ചാൽ അത് പെരുമാറ്റച്ചട്ട ലംഘനമാണ്. ദൈവത്തിന്റെ പേരിൽ വോട്ട് പിടിക്കാൻ ഒരു പ്രത്യേക പാർട്ടിക്ക് എന്താണ് ഇത്ര നിർബന്ധമെന്നും മീണ ചോദ്യം ഉയർത്തിയിരുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടാണ് കളക്ടർ നടപടി സ്വീകരിച്ചതെന്നും മീണ വ്യക്തമാക്കിയിരുന്നു. അതേസമയം സുരേഷ് ഗോപിയെ പിന്തുണച്ചും കളക്ടറെ വിമർശിച്ചും BJP വക്താവ് B ഗോപാലകൃഷ്ണനും ഇതിനിടെ രംഗത്ത് വന്നിരുന്നു. കളക്ടറുടെ നടപടി വിവരക്കേടാണെന്നും കളക്ടർക്ക് എടുക്കാൻ പറ്റുന്ന എല്ലാ നടപടി എടുക്കട്ടെ എന്നും എല്ലാം തങ്ങൾ നോക്കുമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളം.com സന്ദർശിക്കും.